മാമ്പഴത്തിന്റെ ഈ അധ്യായത്തിൽ വിപ്ലവം എന്ന വിഷയത്തിൽ കവിത ചൊല്ലാനെത്തുന്നു ജിക്സൺ, സൂര്യ എന്നിവർ. വിപ്ലവത്തിന്റെ എല്ലാ ചുവപ്പോടുകൂടി എത്തിയിരിക്കുകയാണ് അല്ലേ? ഏത് കവിതകളാണ് നിങ്ങൾ ചൊല്ലുന്നത്? ചേച്ചി ചൊല്ലുന്നത് ശ്രീ കടാമംഗലം പപ്പുക്കുട്ടിയുടെ സഖാക്കളെ എന്നുള്ള കവിതയാണ്. ജിക്സൺ ചൊല്ലുന്ന കവിത ശ്രീ വയലാർ രാമവർമ്മ എഴുതിയ രക്തം പുരണ്ട ഗാനം. നല്ല ചുറുചുറുക്കോടെ വീര്യത്തോടു കൂടി തന്നെ ചൊല്ലാൻ സാധിക്കട്ടെ. മാറിൽ പതഞ്ഞു പതഞ്ഞൊഴുകും രക്തധാരയിൽ പേർത്തു നനച്ചതൻ ചെങ്കൊടി വാനിലുയർത്തി പറത്തി വിപ്ലവ ഗാനമായ അന്ത്യനിശ്വാസങ്ങൾ മാറവേ വരുന്നു കാലമേ കുതിച്ചു വീരരക്ത വിപ്ലവം പടർന്നു കാണുമുഗ്രമായ തീ കൊടുത്തു വാനിത വരുന്നു. പകർന്നു നിങ്ങൾ ഞങ്ങളെ അടച്ച കൈവിലങ്ങുകൾ ഒളിച്ചു ഞങ്ങൾ ചൂഴുമി ഇരുമ്പു കോട്ടയാകവേ വിശപ്പിൽ നിന്നുണർന്നെണീറ്റ തീപിശാചു പോലവേ വരുന്നു. നിലാവിൽ മുങ്ങി നീന്തുവാൻ കാമലീലയാടുവാൻ ജീവിതം പതച്ച മദ്യശാലയാക്കി മാറ്റിടുന്ന വർഗമേ പതാക ചോരയിൽ കുതിർത്ത മർദ്ദിതർ നിരന്നിര വരുന്നു. തൻ പ്രാണനാഥന്റെ ചോര ധരിക്കുന്ന വെഞ്ചീരമർന്നു ചുംബിച്ചു നീർന്നവൾ രക്തം പുരണ്ട കൊടിയുമായി മുന്നാഞ്ഞു പുത്തനുയിരിൻ കൊടുങ്കാറ്റുമാതിരി പുത്തനുയിരിൻ കൊടുങ്കാറ്റുമാതിരി പുത്തനുയിരിൻ കൊടുങ്കാറ്റുമാതിരി. സുശക്തരിന്നെങ്ങിനെ ശാശ്വത ദാസ്യനുഖത്തിനടിയിലായി വിശ്വത്തെ വാർക്കും സുശക്തരിന്നെങ്ങിനെ ശാശ്വത ദാസ്യനുഖത്തിനടിയിലായി ജീവപ്രദായക ശ്രേഷ്ഠരിന്നിങ്ങനെ ജീവശവങ്ങളായി തീർന്നു പോന്നിങ്ങനെ ദൈവത്തെ ആരും തുറിച്ചു നോക്കേണ്ടതിൽ ദുർവിധി എന്നു പറഞ്ഞൊടിയേണ്ടത് കത്തുന്ന പന്തങ്ങൾ കയ്യിലിരിക്കലും തപ്പുന്നിരുട്ടത്തതാരുടെ കുറ്റമാ എന്തിതിൻ ഹേതുവെന്നോതുവാൻ എന്തിതിൻ ഹേതുവെന്നോതുവാൻ സ്വന്തമാം ചിന്തയെ പൊണ്ടിച്ചു നോക്കിൻ സഖാക്കളെ രചിക്കുവാൻ കെൽപ്പാർന്ന നമ്മളീ ലോകം ഹരിക്കാത്തതാരുടെ കുറ്റമാ നാഗം രചിക്കുവാൻ കെൽപ്പാർന്ന നമ്മളീ ലോകം ഹരിക്കാത്തതാരുടെ കുറ്റമാ മണ്ണോടു നിത്യം പൊരുതും സഖാക്കളെ മണ്ണോടു നിത്യം പൊരുതും സഖാക്കളെ കണ്ണു തുറന്നിതിൻ കാരണം കാണുവിൻ മണ്ണോടു നിത്യം പൊരുതും സഖാക്കളെ കണ്ണു തുറന്നിതിൻ കാരണം കാണുവിൻ കണ്ണു തുറന്നിതിൻ കാരണം കാണുവിൻ കണ്ണു തുറന്നിതിൻ കാരണം കാണുവിൻ. സൂര്യ, ജിക്സൺ, വിപ്ലവത്തിന്റെ ജ്വാലകൾ അങ്ങനെ ആളിപ്പടർത്തി നിങ്ങളുടെ കാവ്യാലാപനം എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് വിധികർത്താക്കളോട് തന്നെ ചോദിക്കാം. ലീലാകൃഷ്ണൻ സർ. ജിക്സൺ, സൂര്യ ഗംഭീരമായി. ശരിക്ക് വളരെ ആവേശം തോന്നി. ഞാൻ PK മേദിനി ചേച്ചിയെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പാട്ടുകാരിയെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അവർ വയലാർ രക്തസാക്ഷിത്വം നടന്ന മണ്ണിൽ വിപ്ലവഗാനം പാടി നടന്ന വിപ്ലവ ഗായികയായിരുന്നു. അന്ന് അവർക്ക് 10 വയസ്സിൽ താഴെയാണ് പ്രായം. ഇപ്പോഴും ഉണ്ട് മേദിനി ചേച്ചി. മേദിനി ചേച്ചി ചൊല്ലുമ്പോഴാണ് ഈ ഒരു ശക്തി ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം മേദിനി ചേച്ചി ചൊല്ലാൻ തുടങ്ങുമ്പോൾ അവരുടെ കാലിനടിയിൽ നിന്ന് രക്തസാക്ഷികളുടെ ചോര ശിരസ് വരെ ഇരച്ചു കയറും. കാരണം മണ്ണിൽ ഒരു ജനതയുടെ മോചനത്തിന് വേണ്ടി സ്വന്തം ചോരയിൽ കൊടി നനച്ച് ഉയർന്നു വന്ന പോരാളികളുടെ വർഗമാണ് അവരെ കൊണ്ട് പാടിക്കുന്നത്.
കെടാമംഗലം പപ്പുക്കുട്ടിയും KPG നമ്പൂതിരി അടക്കമുള്ള ആളുകൾ തൊണ്ടകാറി പാടിയിട്ടാണ് ഒരു കാലത്ത് ജനത മാറിയത്, വിപ്ലവം വന്നത്. അപ്പോൾ അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളോടുള്ള ബഹുമാനം എനിക്ക് അതാണ്. ഈ കവിതകൾ എടുത്തുകൊണ്ടുവന്നു. വിശേഷം ജിക്സൺ സകല അലസതയും വിട്ട് പോരാട്ടത്തിൻ്റെ തീജ്വാലയായി. രണ്ടുപേരും ഗംഭീരമായി. സൂര്യ രണ്ടുപേരും വിട്ടുകളഞ്ഞു എങ്കിലും പക്ഷെ അതൊന്നും അറിഞ്ഞില്ല. അതൊക്കെ നന്നായി. രണ്ടുപേർക്കും അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. വളരെ നന്നായി എന്ന് പറഞ്ഞാൽ പിന്നെ ജിക്സൺ സാധാരണ പ്രൊഫഷണൽ പാട്ടുകാരനാണോ? പാടാൻ പോകണ്ട? പാടാൻ പ്രോഗ്രാം അതുണ്ട്. അത് ജിക്സന്റെ ആലാപനത്തിൽ ഞാൻ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ജിക്സൺ ആ ആലസ്യത്തിലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം. പക്ഷേ അതിൽ നിന്ന് ഒന്ന് മാറി കവിതയുടെ രൂപഭാവങ്ങളുമായി സമരസപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ജിക്സൺ എന്ന് കാണിച്ച. അങ്ങനെ ചെയ്താൽ ജിക്സൺ ഈ കാവ്യ ആലാപന രംഗത്തും നല്ലൊരു ഗായകനാണ് ജിക്സൺ. ആ ഗായകൻ എന്നതിനേക്കാൾ അപ്പുറം വലിയൊരു ഗായകനല്ല പിന്നെ എന്തിനു വേണ്ടത്, ഈ കാവ്യ ആലാപന രംഗത്ത് വേണ്ടത്. പക്ഷെ ഗായകനാണെങ്കിൽ ഉണ്ടാവുന്ന പിന്നെ പാരമ്യത വളരെ വലുതുമായിരിക്കും. അപ്പോൾ ജിക്സൺ ആ കാവ്യ ആലാപന രംഗത്തേക്ക് കടന്നു വന്നു. ആശ്വാസകരവും അഭിമാനകരവുമായിട്ട് ഞാനതിനെ കാണുന്നു. മനോഹരമായിട്ട് ഈ കവിത ഉൾക്കൊണ്ട് ഭംഗിയായി ഈ ചിട്ടവട്ടങ്ങളിൽ നിന്ന് കയറാനും ഇറങ്ങാനും ഒക്കെ ഉള്ള ഒരു ശ്രമം നടത്തി ആലപിച്ചു. സുന്ദരമായി. മോളും മനോഹരമായി ചൊല്ലി. നിങ്ങൾ രണ്ടാളും കൂടി രണ്ടാളിൻ്റെ കവിത എടുത്ത് ഒരുമിച്ച് പാടി എന്നുള്ളതാണ്. സാധാരണ ഇപ്പം ഏത് ഗായകരും ഏത് കവികളും കവിത ചൊല്ലുന്നവരും എല്ലാം ഒരു കവിയുടെ കവിത ഒന്നിച്ച് പാടുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. രണ്ട് മനസ്സുള്ള, രണ്ട് വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്ന, ഒരേ കാര്യത്തിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി രണ്ട് രീതിയിൽ എഴുതിയ കവിതയെ നിങ്ങൾ ഒരേ രീതിയിൽ ഒരു മനസ്സോടുകൂടി ഒരുമിച്ച് ആലപിച്ചു എന്നുള്ളതാണ്. ഏറ്റവും സുന്ദരമായിരുന്നു ആ ഒരു അർത്ഥത്തിൽ. ആശംസകൾ. നന്ദി സർ. ആവേശമുണർത്തുന്ന ഈ ആലാപനത്തിന് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നറിയാം? ലീലാകൃഷ്ണൻ സർ. രണ്ടുപേർക്കും 50-ൽ 48 മാർക്ക്. നന്ദി സർ. മുരുകൻ സർ. ജിക്സന് 50-ന് 48 മാർക്കും സൂര്യക്ക് 50-ന് 48 മാർക്കും. നന്ദി സർ. 100-ൽ 96 മാർക്കാണ് സൂര്യയ്ക്കും ജിക്സണും ഈ വിപ്ലവ കവിതകൾ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ലഭിച്ചത്. അഭിനന്ദനങ്ങൾ.